ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഫർമേഷൻ പ്ലസ് ഓവർലോഡ് ക്ലിയർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സെനാരിയോയിൽ വളരെയധികം ഇൻഫർമേഷൻ, ഡാറ്റ അല്ലേ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ക്ലിയർ, ഇങ്ങനെ ടു മച്ച് ഓഫ് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു വ്യക്തിക്ക് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംബൈബ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അല്ലേ വരാവുന്ന സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. സോ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഹാവിങ് so much of information that creates the problem to decide what information is important and what is unimportant, rather than helping people to solve problems and makes decisions. Okay, സിംപ്ലി പറഞ്ഞ എന്താ, കുറേയധികം ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അല്ലേ, അബണ്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അതിലേതാണ് റിലവൻറ്റ്, ഏതാണ് ഇറലവൻറ്റ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏതാണ് അൺഇമ്പോർട്ടൻ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ ഫ്ലഡഡ് വിത്ത് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അത്തരത്തിൽ വരാവുന്ന ഒരു സാഹചര്യത്തിനാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നോ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ക്ലിയർ. സോ ഇൻഫർമേഷൻ ഓവർലോഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ company directors, senior managers and professionals, clear, because they are supposed to take decision. ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വളരെ കൂടുതൽ ഇൻഫർമേഷൻ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഉണ്ട്. അതിൽ നിന്നും എന്താണ് റിലവൻറ്റ്, എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏതാണ് അൺഇമ്പോർട്ടൻ്റ് എന്ന് മാറ്റിയെടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ വരാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. സോ ഇൻഫർമേഷൻ ഈസ് കമ്മിങ് ഫ്രം ഓൾ ദ സൈഡ്. ക്ലിയർ. So in the form of reports, memos, clear, newspapers, journals, letters, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ വളരെയധികം സോഴ്സിൽ നിന്നും അല്ലേ, ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലേ, കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിന്നും, മെയിലിൽ നിന്നും, ഫോണിൽ നിന്നും, ക്ലിയർ, അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റ്സ്, മെമ്മോസ്, ലെറ്റേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു പ്രോബ്ലം സൊല്യൂഷനോ ഡിസിഷനോ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ എക്സസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലമായിട്ട് മാറുന്നു. സോ ഇറ്റ് ബിക്കം ആൻ ഇൻക്രീസ്ഡ് ഇഷ്യൂ. ക്ലിയർ. ദസ് ഇൻഫർമേഷൻ ഓവർലോഡ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ടു ദി ഫിനോമിനൻ വെയർ so much of information is taken in by the human brain that it becomes nearly impossible to process it. Clear. ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അല്ലേ, വളരെയധികം കൂടുതൽ മാറ്റേഴ്സ് ചിന്തിക്കേണ്ടി വരും. നമുക്ക് ഒരു തീരുമാനം, ഒരു ചിന്തയും അല്ലെങ്കിൽ ചിന്തിക്കാൻ നേരെ പറ്റാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടോ അല്ലേ. സോ ഇറ്റ് ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് അവർ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വരുന്ന തരത്തിലുള്ള എക്സസീവ് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോസസ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ. സോ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഹാവ് ഫെസിലിറ്റേറ്റഡ് ഫോർ ദി എക്സ്പെൻഷ്യൽ റേറ്റ് ഓഫ് വിച്ച് ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് ആക്സസ്ഡ് അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒക്കെ ഡെവലപ്മെൻറ്റോടുകൂടി അല്ലേ, അതിൻ്റെ പ്രോഗ്രസ്സോടുകൂടി വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഒരു പക്ഷേ നിങ്ങൾ തന്നെ നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കൂ. നമ്മുടെ ഫോണിൽ അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിലൂടെയും അല്ലേ, അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ എന്തുമാത്രം ഇൻഫർമേഷനാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് അല്ലേ. എത്രമാത്രം ചാറ്റിങ്, എത്രമാത്രം വീഡിയോ, എത്രമാത്രം ഓഡിയോസ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഫയൽസ് അല്ലേ. ഇതിനൊക്കെ റിലവൻ്റ് ഏത്, അൺഇമ്പോർട്ടൻ്റ് ഏത്, ഇമ്പോർട്ടൻ്റ് ഏത് എന്നൊക്കെ തരംതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ക്ലിയർ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഓവർലോഡഡായിട്ട് വരുന്നു അല്ലേ. ഇത് ഒരു പക്ഷേ ഒരു ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പക്ഷേ കഴിയുന്നുണ്ടാവാം. പക്ഷേങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ എൻഗേജ് ചെയ്യുന്നത്. ക്ലിയർ. സോ ഇപ്പോൾ നമ്മൾ സൈബർ അഡിക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കണം അല്ലേ,
ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ മറ്റുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ അവർക്ക് സഫർ ചെയ്യപ്പെടുന്നുണ്ട്, അതിനൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. ക്ലിയർ? അപ്പം ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? സോ ഇവിടെ ഇൻഫർമേഷൻ ഓവർലോഡ് ടെക്നോളജിയുടെ പ്രോഗ്രസിൻ്റെ ഫലമായി വളരെ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ബിഗ് ഡാറ്റയെക്കുറിച്ചും ബിഗ് ഡാറ്റ അനാലിസിസിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. അത് എന്തുകൊണ്ടാണ് ആവശ്യമായിട്ട് വരുന്നത്? കാരണം അത്രമാത്രം ഹ്യൂജ് വോള്യൂം ഓഫ് ഡാറ്റയാണ് ക്ലിയർ നമുക്കിപ്പോൾ ഡെയിലി പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഡെയിലി ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് വന്നുകൊണ്ടിരിക്കും. പ്രധാനമായിട്ടും നമുക്ക് വരാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, പീപ്പിൾ സെൻട്രിക് ഫാക്ടർ. ക്ലിയർ? വ്യക്തികളെല്ലാം ഒരേപോലെയാണോ? അല്ല അല്ലേ. ഓരോ ആളുകൾക്കും ഹ്യൂമൻ കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. ക്ലിയർ? അപ്പോൾ ചിലരുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറവായിരിക്കും, ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാം, ഒരേ സമയം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് അത് കഴിയില്ല. ക്ലിയർ? ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. ചില ആൾക്ക് അല്ലേ നമ്മൾ ഒരു പക്ഷേ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അല്ലേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ കൂടുതൽ പഠിച്ചിട്ട് അല്ലേ വളരെയധികം പ്രോഗ്രസ് ആയിട്ട് മെമ്മറി പവറും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബാക്ക്വേർഡ് ആയിരിക്കും, സ്ലോ ലേണേഴ്സ് ആയിരിക്കും, അവർക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാവാത്ത കുട്ടികളാണ്. ഇങ്ങനെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് വരുന്ന പ്രോബ്ലം അത് പീപ്പിൾ ഫാക്ടറാണ്. സോ ഇൻഡിവിജ്വൽസ് ഹാവ് എ റോൾ ഇൻ ദി causing information overload. So it occurs when the quantity of information to be processed is more than the individual can process it in the available for processing. Clear? സാധാരണ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയുടെ ബിയോണ്ട് ആയിട്ട് ഇൻഫർമേഷൻ പ്രോസസ്സിന് വേണ്ടി വരുന്ന സമയത്ത് അത് ഓവർലോഡായിട്ട് മാറാം. കപ്പാസിറ്റി ടു പ്രോസസ് ഇൻഫർമേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അല്ലേ എന്തൊക്കെയാണ് അങ്ങനെ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് കപ്പാസിറ്റി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, എക്സ്പീരിയൻസ് അല്ലേ, മോട്ടിവേഷൻ. ക്ലിയർ? സാസുല സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ക്ലിയർ? മൂഡ് ഫാക്ടർ. ഇതൊക്കെ ഘടകങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടായിരിക്കും ഒരു വ്യക്തിയിൽ ഇൻഫർമേഷൻ്റെ പ്രോസസ്സിങ് സ്പീഡ് ഇതൊക്കെ നടക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലോ നമ്മൾ ഒരു സെൻറ്റൻസ് തന്നെ വായിച്ചുകൊണ്ട് മീനിങ് നോക്കാൻ വേണ്ടിയിരിക്കും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലം. ക്ലിയർ? അതുപോലെ തന്നെ ട്രെയിനിങ് അല്ലേ, ഓരോരോ കണ്ടന്റ് നമ്മൾ എങ്ങനെ വായിക്കണം, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് എടുക്കണം. ക്ലിയർ? അപ്പോൾ അതിന് ചില സ്കിൽസ് ഉണ്ട്. ക്ലിയർ? ഹൗ ടു റീഡ് ഇറ്റ് അല്ലേ. നമ്മൾ ഈ പ്രസി റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ ചുരുക്കി എഴുതുക. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ അത് ട്രെയിനിങ്ങിലൂടെ കഴിയുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ട്രെയിനിങ്. ക്ലിയർ? അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? ചില ന്യൂമോണിക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, കോഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക അല്ലേ. നമുക്കിപ്പോൾ ഫയോളുടെ പ്രിൻസിപ്പിൾ 14 പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റിൽ നമ്മൾ അതിനെ കോഡാക്കി അല്ലേ, ആദ്യത്തെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോഡാക്കി വയ്ക്കും. ക്ലിയർ? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയണം അല്ലേ. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നമുക്കറിയണം. അപ്പോൾ 4 Ps നമ്മൾ ആ രീതിയിൽ അതിനെ കോഡാക്കി വയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെ ട്രെയിനിങ് കൊണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ എക്സ്പീരിയൻസ് അതൊരു ഘടകമാണ് അല്ലേ. കൂടുതൽ നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം അതേപോലെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ തവണയാകുമ്പോഴോ ബുദ്ധിമുട്ടായിട്ട് വരും. ക്ലിയർ? അതുപോലെ മോട്ടിവേഷൻ ലെവൽ, സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ക്ലിയർ? ഇതൊക്കെ ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാം. സോ പേഴ്സണൽ ട്രേറ്റ്സ് സച്ച് ആസ് എക്സ്പീരിയൻസ്, സ്കിൽസ്, ഐഡിയോളജി ആൻഡ് ഏജ് ഈസ് ആൾസോ ദ കോസ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇപ്പോൾ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ, ക്ലിയർ, സ്കിൽസ്, ഐഡിയോളജി, എക്സ്പീരിയൻസ് ഇതെല്ലാം വ്യക്തിഗതമാണ്, പീപ്പിൾ സെൻട്രിക് ആണ്. ഇത് ഇൻഫർമേഷൻ ഓവർലോഡിന് കാരണമാവാം. നമ്പർ 2 ഈസ് ദ ടെക്നോളജിക്കൽ ഫാക്ടർ. ക്ലിയർ? എന്താണ് ഈ ടെക്നോളജിക്കൽ ഫാക്ടർ? So technology plays a significant role in the occurrence of information overloads. Clear? നമ്മൾ ഓൾറെഡി പറഞ്ഞത് അല്ലേ, ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. ക്ലിയർ? ഒരു പുതിയ എൻവയോൺമെൻറ്റിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അല്ലേ എൻവയോൺമെൻറ്റിൽ ഒരു വേൾഡ് ലെവലിൽ അല്ലെങ്കിൽ വേൾഡ് സെനാരിയോയിൽ നമുക്ക് വളരെയധികം ഇൻഫർമേഷൻ വരുന്നു അല്ലേ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി അല്ലേ മിനിറ്റ് അല്ലേ സെക്കൻഡ്സിന് നമ്മൾ ലക്ഷക്കണക്കിന് അല്ലേ മെസ്സേജുകൾ പല ഭാഗങ്ങളിലേക്ക് സെൻഡ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് മെസ്സേജസ് അല്ലേ ഒരു സെക്കൻഡിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ വരാവുന്ന ക്ലിയർ ഇത്തരത്തിൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് വരുന്നതോടുകൂടി ഇൻഫർമേഷനും അബണ്ടൻ്റ് ആയിട്ട് മാറുന്നു. സോ ഇറ്റ് ഓൺലി കോസസ്
information. Clear? It not only creates information but also gives access to the vast amounts of it. Clear? അതുകൊണ്ട് ആക്സസിബിലിറ്റി കൂടുതൽ എന്താവും, കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ഓവർലോഡായിട്ട് മാറാൻ സാധ്യത. സോ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് every 1.5 years the amount of worldwide information doubles. Clear? നിലവിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ 1.5 വർഷം കൊണ്ട് ഡബിൾ ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത് മൾട്ടിപ്ലൈ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ക്ലിയർ? സോ ടെക്നോളജി അല്ലേ, സോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അല്ലേ, അല്ലെങ്കിൽ ന്യൂ മീഡിയാസ്, ക്ലിയർ, കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ഇമെയിൽ, ക്ലിയർ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, ക്ലിയർ, നെറ്റ്, ക്ലിയർ, ഇൻട്രാനെറ്റ്, ഇതൊക്കെ ഘടകങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇൻഫർമേഷൻ ഓവർലോഡ് വരും. ക്ലിയർ? സോ ദിസ് ഈസ് ടെക്നോളജിക്കൽ. ക്ലിയർ? അപ്പോൾ നമ്മൾ ബ്ലോഗുകളായാലും ശരി അല്ലേ, അതുപോലെ സോഷ്യൽ മീഡിയ ആയാലും ശരി, Web 2 ടെക്നോളജി, Web 3 ടെക്നോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതനുസരിച്ച് വെബ് ടെക്നോളജി എൻഹാൻസ് ചെയ്യുന്നതനുസരിച്ച്, പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഫർമേഷൻ ഓവർലോഡ് കൂടുന്നു. ദെൻ ദി ഓർഗനൈസേഷൻ. ക്ലിയർ? ഓർഗനൈസേഷൻ ഒരു ഫാക്ടറാണ്. എങ്ങനെയാണ് അത് ഫാക്ടറായിട്ട് മാറുന്നത്? നമുക്കറിയാം, സക്സസ്ഫുൾ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഡൈനാമിക്. അതല്ലെങ്കിലും എന്ത് സംഭവിക്കും, അവിടെ കൂടുതൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരും, അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും, ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് മാറും. സോ ദി കോൺസ്റ്റന്റ് നീഡ് ടു ചേഞ്ച് റിക്വയേഴ്സ് ഇൻറ്റൻസീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ അല്ലേ. ഓർഗനൈസേഷൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാമെന്ന് വിചാരിക്കാം. എൻ്റെ സ്ട്രക്ചർ മാറുന്നു, ലെവൽ മാറുന്നു, അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഓരോ സമയത്തും പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഓരോ സമയത്തും മാനുവൽസ് ഉണ്ടാക്കണം, പോളിസി ഉണ്ടാക്കണം, ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. ക്ലിയർ? ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ട് മാറും. പക്ഷേ ഒരു സ്റ്റെബിലൈസ്ഡ് ഓർഗനൈസേഷനാണ്, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻ ഉണ്ട്, ഒരു ഫ്യൂച്ചർ സ്ട്രാറ്റജി ഉണ്ട്, ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ട്, അതിനനുസരിച്ച് പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തമായുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമുക്ക് കണ്ടൻറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവന്ന് അല്ല എഫക്റ്റീവായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ഓവർലോഡ് കുറയ്ക്കാൻ പറ്റും. സോ വെൻ ദ ചേഞ്ച് പ്രോസസ് ഈസ് ഇംപ്ലിമെൻറ്റഡ്, ക്ലിയർ, വെൽ ദി ഇൻഫർമേഷൻ ലോഡ് ക്യാൻ ബി reduced. Clear? Then so when handled poorly, information load can increase. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ വരുന്ന ചേഞ്ചസിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് കുറയ്ക്കാൻ പറ്റും. അത് പുവറായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ഓവർലോഡ് കൂടും. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, ക്ലിയർ, ഓർഗനൈസേഷൻ്റെ കൾച്ചർ, സ്റ്റാഫ്, അവിടെയുള്ള പോളിസീസ്, പ്രാക്ടീസ്, ചേഞ്ചസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഇതൊക്കെ ഘടകമാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? പ്രോസസ്സസ് ആൻഡ് ടാസ്ക് അല്ലേ, പ്രോസസ്സുകളും ടാസ്കുകളും അല്ലേ. ചില പ്രോസസ്സുകളും ടാസ്കുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, വളരെയധികം സങ്കീർണത ഉള്ളതായിരിക്കും അല്ലേ, കോംപ്ലക്സ് ആയിരിക്കും. ക്ലിയർ? അത് പെർഫോം ചെയ്യാൻ കുറേയധികം ഇൻഫർമേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചിന്തയോ അല്ലെങ്കിൽ തിങ്കിങ്ങോ ഒക്കെ ആവശ്യമായിട്ട് വരും. ഇങ്ങനെ വരാവുന്ന കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ഓവർലോഡ് വരാം അല്ലേ. അതല്ലാത്ത കാര്യങ്ങളിലോ ഇൻഫർമേഷൻ ഓവർലോഡ് കുറയും. ക്ലിയർ? സോ the need to be performed certainly influences the information overload. The more complex the process or task, the greater is the information overload and the more time is required to complete it. Clear? അപ്പോൾ കൂടുതൽ ടാസ്കുകളോ പ്രോസസ്സുകളോ കൂടുതൽ കോംപ്ലക്സ് ആകുന്നതോറും ഓവർലോഡ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അഡീഷണലി ഇൻഫർമേഷൻ ഓവർലോഡ് ഈസ് മോർ ലൈക്ലി if the nature of the work involves interruptions and requires completion of parallel projects. Clear? അപ്പോൾ ഇത്തരത്തിൽ വരാവുന്ന കേസിലും ദാറ്റ് ഈസ് ഇൻ്ററപ്ഷൻസ് ഒക്കെ വരാവുന്ന കേസസ്, അതുപോലെ തന്നെ പാരലായിട്ട് വരാവുന്ന പ്രോജക്റ്റുകളൊക്കെ നടത്തുന്ന കേസിലൊക്കെ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ഓവർലോഡ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ടാസ്ക് ആർ ലെസ് റൊട്ടീൻ then complexity of tasks, more complex tasks, interdependent, time pressure are some of the direct causes of information overload related to process and tasks. Okay, then അഞ്ചാമത്തെ കാര്യമാണ് ഇൻഫർമേഷൻ ആട്രിബ്യൂട്ട്സ്. ഇൻഫർമേഷൻ്റെ ചില പ്രത്യേകതകൾ തന്നെ, ആട്രിബ്യൂട്ട്സ് തന്നെ, ക്ലിയർ, യുണീക്ക് ക്വാളിറ്റീസ് തന്നെ ഓവർലോഡിന് കാരണമാകാം അല്ലേ. ചില ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ ആട്രിബ്യൂട്ട് അനുസരിച്ച് തന്നെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് തന്നെ അത് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? സോ ഓവർലോഡ്, ഇൻഫർമേഷൻ ഓവർലോഡ് മേ ക്രിയേറ്റ് ബൈ the characteristics of information itself. Clear?
So for example, improving the quality of information reduces the occurrence of information overload. Clear? So the number of items comprising of information, clear, uncertainty of information, diversity of information, and increase in the number of alternatives, ambiguity in the information, novelty of information, complexity of the information, and information quality are the main causes of the information overload to be information attributes. Clear? അപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ അല്ലേ, ചില ടെക്സ്റ്റുകൾ വളരെ കൂടുതൽ ഒരു 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 1 പേജിലുള്ള കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക അല്ലെ, പാരഗ്രാഫ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുണ്ടാവില്ല, അതിനെ ഡിവൈഡ് ചെയ്തിട്ടാൽ അതിൻ്റെ സ്പേസിങ് വളരെ കുറവായിരിക്കും. ഇപ്പം തന്നെ അത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഓവർലോഡറായിട്ട് തോന്നും. ക്ലിയർ? ഒരു സ്ലൈഡ് നമ്മൾ നോക്കുക, സ്ലൈഡ് പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 6-7 ലൈൻ അല്ലാതെ കൂടുതൽ മാറ്റേഴ്സ് അതിൽ വരുന്തോറും ഉണ്ടാകും, അത് ഓവർലോഡറായിട്ട് തോന്നും അല്ലേ. ഇപ്പം ഇത്തരത്തിലൊക്കെ വരാവുന്ന ക്ലിയർ ഇൻഫർമേഷൻ ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ ചില ഫയലുകളൊക്കെ അല്ലേ, പർട്ടിക്കുലർ ഫയൽസൊക്കെ എന്തായിരിക്കും, ഓവർലോഡഡ് ഫയൽ ടൈപ്പുകളായിരിക്കും, അതിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ക്ലിയർ? കൂടുതൽ ഫീച്ചേഴ്സ് അതിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ. സോ നേച്ചർ ഓൺ ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ, കോംപ്ലക്സിറ്റി ഓഫ് ഇൻഫർമേഷൻ, ക്ലിയർ, അതുപോലെ ആംബിഗ്വിറ്റി ഇൻ ദി ഇൻഫർമേഷൻ, നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, ഇതൊക്കെ എന്തിന് കാരണമായിട്ട് വരുന്നു, ഇൻഫർമേഷൻ ഓവർലോഡിന് കാരണമായിട്ട് വരുന്നു. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഹെൽത്ത് ഇഷ്യൂസ്. ക്ലിയർ? സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്ന സമയത്ത് നോർമലി എന്താ സംഭവിക്കുക? സോ ഇറ്റ് അഫക്ട്സ് ദി ഹെൽത്ത്, ക്ലിയർ, ഓഫ് ഇൻഡിവിജ്വൽ പീപ്പിൾ. ക്ലിയർ? അപ്പോൾ സ്ട്രെസ്, സ്ട്രെയിന്, ടെൻഷൻ, ക്ലിയർ, ഇതെല്ലാം വളരെയധികം കൂടും. ക്ലിയർ? സോ വർക്ക് എൻവയോൺമെൻറ്റിൽ അത് ബാധിക്കും. ക്ലിയർ? ലോങ്ങർ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവാം. ക്ലിയർ? ഡിക്രീസ് ഇൻ സോഷ്യൽ ലൈഫ് സംഭവിക്കാം അല്ലേ, ടയേർഡ്നെസ്, ഇൽനെസ്, ഹെൽത്ത് പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലം. ക്ലിയർ? ഇങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് ഇൻഫർമേഷൻ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. Okay, so over time, information pollution or the exposure to multiple environmental sources of data leads to the overstimulation of the brain. Clear? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ പൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ വളരെ കൂടുതൽ ഇൻഫർമേഷൻ അല്ലേ, അൺവേസ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടുതൽ വന്ന് അല്ലേ, അതിൻ്റെ എക്സ്പോഷറിൻ്റെ ഫലമായി ക്ലിയർ നമുക്ക് എന്ത് ചെയ്യുന്നു, സോ നമ്മുടെ ബ്രെയിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് മാറുന്നു. ക്ലിയർ? അത് ന്യൂറോളജിക്കലായുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കി മാറ്റും. ക്ലിയർ? സോ ന്യൂറോൺസ് ഗോട്ട് ഓവർലോഡഡ് വിത്ത് ഡാറ്റ, നമ്പേഴ്സ്, ഫിഗേഴ്സ്, ക്ലിയർ, ടെക്സ്റ്റ്സ്, ദെൻ ഡെഡ് ലൈൻ, ടാർഗറ്റ്സ് ടു ബി മേഡ്, ക്ലിയർ, പ്രോജക്ട്സ് ടു ബി കംപ്ലീറ്റഡ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെന്താവും, ഒരു സമയത്ത് വളരെ കൂടുതൽ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഫെഡപ്പായി പോകും അല്ലേ, നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായി മാറും. ക്ലിയർ? പത്രത്തിൽ ഹാങ്ക്രിയും ആങ്സൈറ്റിയും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരാം. ഇത് പല തരത്തിൽ ഫാമിലിയെയും സൊസൈറ്റിയെയും ഇൻഡിവിജ്വൽസിനെയും ഹെൽത്തിനെയും ഒക്കെ ബാധിച്ചു എന്ന് വരാം. സോ കോൺസിക്വൻ്റ്ലി എ സ്ട്രെസ്ഡ് ആൻഡ് ഓവർലോഡഡ് ബ്രെയിൻ ഈസ് അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡിമെൻഷ്യ. ക്ലിയർ? വളരെ പെട്ടെന്ന് ഡിമെൻഷ്യ ഒക്കെ ബാധിക്കാൻ ഇത് കാരണമായിട്ട് മാറും. ആൻഡ് ദി degenerative disorders like clear Parkinson's and Alzheimer's clear ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ ഇത് കാരണമായിട്ട് മാറും. Information overload can severely affect the mental and physical well-being in the following ways. ഇപ്പോൾ താഴെ പറയുന്ന രീതിയിലൊക്കെ അത് ബാധിക്കാം. Clear? So what are the clear effect of information overload clear in the mental and physical health? So increased blood pressure. Okay, പറയേണ്ട കാര്യമില്ല അല്ലേ. ബി പി വളരെ കൂടുതലായിരിക്കും. ദെൻ ലോ മൂഡ് ഓർ എനർജി. ക്ലിയർ? ലോ എനർജി, നമുക്ക് കൂടുതൽ ചെയ്ത് തീർക്കാണ്ട് ഫെഡപ്പായിട്ട് മാറും, ടയേർഡ് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി ലെവലൊക്കെ നഷ്ടപ്പെട്ടു പോകും. ക്ലിയർ? എൻതൂസിയാസം ഇല്ലാതെ വരും. ഓക്കെ. ഡിക്രീസ്ഡ് ബ്രെയിൻ പെർഫോമൻസ് വിച്ച് അൾട്ടിമേറ്റ്ലി അഫക്ട്സ് ദി ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അല്ലേ. നമ്മുടെ ബ്രെയിനിന് തീരുമാനം എടുക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നീട് എന്തായിട്ട് മാറും, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഇല്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും ബിക്കോസ് ഓഫ് ഓവർ യൂസേജ് ഓഫ് ബ്രെയിൻ. ക്ലിയർ? അപ്പോൾ ബ്രെയിനിന് തന്നെ കൺഫ്യൂഷൻ വരും. ക്ലിയർ? കുറേ ആകുന്ന സമയത്ത് എന്തായിട്ട് മാറും, അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ തന്നെ അഫക്റ്റ് ചെയ്യപ്പെടും. ദെൻ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ടി ടു കോൺസെൻട്രേറ്റ്. ഒരു പ്രത്യേക ഒരു ലൈനിലോ ഒരു സെൻറ്റൻസിലോ ഒരു പർട്ടിക്കുലർ പോയിന്റിലോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് ലീഡ് ചെയ്യപ്പെടാം.
ഇംപെയർഡ് വിഷനെ ബാധിക്കാം, അല്ലേ? കാഴ്ചയത് ബാധിക്കാം. കാഴ്ച അല്ലെ മങ്ങുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നഷ്ടപ്പെടുകയോ ഒക്കെ സാഹചര്യങ്ങൾ വരാനുള്ള, കാഴ്ച കുറഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡിമിനിഷ്ഡ് പ്രൊഡക്ടിവിറ്റി, അല്ലേ? ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ, അല്ലേ? ഉൽപാദനക്ഷമത, അവരുടെ ക്ഷമത കുറയാനുള്ള കാരണമായിട്ട് ഇത് മാറും. ക്ലിയർ? ഇൻസോംനിയ, ക്ലിയർ? അപ്പോൾ ഹാബിച്വൽ ആയിട്ടുള്ള സ്ലീപ്ലെസ്നെസ്, ക്ലിയർ? ഇൻസോംനിയ, ക്ലിയർ? അങ്ങനെ ഉറക്കക്കുറവ്, അല്ലേ? ഇതൊരു ശീലമായിട്ട് വരും, അല്ലേ? കുറച്ച് സമയം മാത്രം ഉറങ്ങുക, കിടന്നാലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുക. ക്ലിയർ? വിവിഡ് ഡ്രീംസ്, ക്ലിയർ? എന്താ വിവിഡ് ഡ്രീംസ്? നമുക്കറിയാം, ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ പോലും, ക്ലിയർ, മുഴുവനായിട്ട് ഉറങ്ങാതെ, ക്ലിയർ, അതിന് നമ്മൾ REM സ്ലീപ്പ് എന്ന് പറയും. ക്ലിയർ? റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, ക്ലിയർ? ഫുള്ളായിട്ട് സ്ലീപ്പ് ആവാതെ, ക്ലിയർ, ഐലിഡ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുന്ന തരത്തിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് എന്നാണ് പറയുക, REM, ക്ലിയർ? അപ്പം അത്തരത്തിൽ വരാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അനുഭവപ്പെടും. ക്ലിയർ? അതായത് പകുതി ഉറക്കവും പകുതി ബോധവും. നമ്മൾ പൂർണ്ണമായിട്ട് ഉറങ്ങണമില്ല, ക്ലിയർ, പക്ഷേ നമുക്ക് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു. ക്ലിയർ? അപ്പോൾ വിവിഡ് ഡ്രീംസ് ആയിട്ട് മാറും. ക്ലിയർ? അത് ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. ക്ലിയർ? ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ലീപ്പിൽ ചിലപ്പോൾ നമ്മൾ ഡ്രീംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രീം ആണെങ്കിൽ പോലും നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ക്ലിയർ? പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ബോധം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചേ നമ്മൾ ചിന്തിച്ച് കിടക്കുന്ന സമയത്ത് എന്താവും, അങ്ങനെയുള്ള തോട്ട്സൊക്കെ വരും. സോ അത് നമ്മളെ കൂടുതൽ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിഡ് ഡ്രീംസ്. ദെൻ ടയേർഡ്നെസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ്. വാട്ട് ആർ ദ സൊല്യൂഷൻ ഫോർ ദി ഇൻഫർമേഷൻ ഓവർലോഡ്? നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം? സോ ചില സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, ഫിൽറ്ററിങ്, അല്ലേ? എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഫിൽറ്റർ ചെയ്യുക. ക്ലിയർ? ഫോക്കസിങ് അറ്റൻഷൻ ഓൺലി ഓൺ ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് essential information, clear, and purposefully ignoring the other sources. അപ്പോൾ അതാണ് ഒരു ഫിൽറ്റേർഡ്. ക്ലിയർ? നമുക്കൊരു കുറേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 1000കണക്കിന് അല്ലെങ്കിൽ 100കണക്കിന് മെസ്സേജ് ദിവസം വരികയാണെങ്കിൽ നമ്മൾ എന്ത് എല്ലാം ഓപ്പൺ ചെയ്യുമല്ല. നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ വളരെ കൂടുതൽ മെസ്സേജ് നമുക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവും, അല്ലേ? അത് മുഴുവൻ ഓപ്പൺ ചെയ്യുമോ നമ്മൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്യും, അല്ലേ? എന്താണ് നമ്മുടെ സമയത്തുള്ള ഇമ്പോർട്ടൻറ്റ്, എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷനെ ഫിൽറ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഓവർലോഡ് കുറയ്ക്കാൻ വേണ്ടി എല്ലാ മെസ്സേജും ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിലോ, സോ അതിന് തന്നെ സമയം എടുക്കുന്നു, അല്ലേ? അത് പിന്നെ ഒരു നമ്മുടെ ഹാബിറ്റായിട്ടും അത് അഡിക്ഷനായിട്ടും ഒക്കെ മാറും. ക്ലിയർ? സോ ഫിൽറ്ററിങ് ഈസ് ദി വൺ ഓഫ് ദി സൊല്യൂഷൻ വെയറിൻ വി വിൽ സെഗ്രിഗേറ്റ്, ക്ലിയർ, ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്, ക്ലിയർ, യൂസ്ഫുൾ ആൻഡ് അൺയൂസ്ഫുൾ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുക. മൾട്ടി ടാസ്കിങ് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ക്ലിയർ? ഒരു ആൾട്ടർനേറ്റീവാണ്. എന്താണത്? സോ പെർഫോമിങ് 2 or more ജോബ്സ് ഫങ്ഷൻസ് അറ്റ് ദ സെയിം ടൈം. ക്ലിയർ? ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ ചെയ്തെടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടി ടാസ്കിങ് ചെയ്യുക. ഒരേ സമയം തന്നെ 1 or 2 കാര്യങ്ങൾ ചെയ്തെടുക്കുക. ക്ലിയർ? അപ്പോൾ ആ രീതി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ചില ആൾക്കാർ നമുക്ക് ഇപ്പോഴൊക്കെ അങ്ങനെ പല ആൾക്കാരും തന്നെ ചെയ്യുന്നുണ്ട്, അല്ലേ? വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും എഴുതുന്ന സമയത്ത് തന്നെ മ്യൂസിക് കേൾക്കുന്നുണ്ടാവും. ക്ലിയർ? ഇങ്ങനെ പല രീതിയിലും. ക്ലിയർ? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ചെയ്യേണ്ട വർക്കുകളെ. അപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ വരുന്ന സമയത്ത് എന്താവും? നമ്മുടെ ബ്രെയിനിൻ്റെ, അല്ലേ, ഒരു ചെറിയ സമയത്ത് വളരെ കൂടുതൽ വരുന്ന, അല്ലേ, വോള്യൂം ഓഫ് ഇൻഫർമേഷൻ കുറച്ചുകൊണ്ട്, ക്ലിയർ, അതിന് നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക? മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഓവർലോഡ് കുറയ്ക്കാം. ദെൻ എസ്കേപ്പിസം എന്നൊക്കെ നമ്മൾ പറയാം, അല്ലേ? അപ്പോൾ എസ്കേപ്പിംഗ് എന്താണ്? സോ എലിമിനേറ്റിംഗ് ഡിസ്റ്റർബൻസസ് സൈക്കോളജിക്കലി ഓർ ഫിസിക്കലി, റെസ്ട്രിക്റ്റിംഗ് ഡിസ്റപ്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. ക്ലിയർ? സോ നോട്ട് ആൻസറിങ് ഫോൺ, ക്ലോസിങ് ഡോർ, എക്സെട്ര. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഒരു വഴിയാണ്, അല്ലേ? ഫോണിൽ നമുക്ക് വളരെ കൂടുതൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഫേസ്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം നോക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? അത് ആൻസർ ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. ക്ലിയർ? എസ്കേപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിൽ. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷട്ട് ദ ഡോർ, അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എസ്കേപ്പ് ഫ്രം ദി ഇൻഫർമേഷൻ ഓവർലോഡ്. ക്ലിയർ? by eliminating disturbing factors or disturbing messages or disturbing information. So next one is prioritizing. കിട്ടുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുക?
പ്രയോറിറ്റൈസ് ചെയ്യുക. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഡിറ്റർമിനിങ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫസ്റ്റ്. ക്ലിയർ? അപ്പോൾ ആകെ നമുക്ക് 10 കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ എല്ലാം ഒറ്റ സമയത്ത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? പ്രയോറിറ്റൈസ്. ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റും. അത്രയും കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ഓവർലോഡറായിട്ട് വരികയും ഇല്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ദെൻ ഡെലഗേറ്റിംഗ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഡെലഗേറ്റ് ചെയ്യുക. സോ ഡിറ്റർമിനിങ് വിച്ച് ടാസ്ക് ക്യാൻ ബി ഗിവൺ ടു അതർ വർക്കേഴ്സ്. നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മുടെ സബോർഡിനേറ്റ്സിനോ മറ്റുള്ള ആളുകളെ കൊണ്ട് കുറച്ച് ചെയ്യിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വി നീഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ ദാറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിച്ച് അവർക്ക് അതോറിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഡെലഗേറ്റ് ചെയ്യുക. റെഫ്യൂസിങ്. സോ വാട്ട് ഈസ് റെഫ്യൂസിങ്? ഡിറ്റർമിനിങ് വിച്ച് ടാസ്ക് ക്യാൻ ബി ലെഫ്റ്റ് അൺഡൺ. ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാതിരിക്കാം. അപ്പോൾ റെഫ്യൂസ് ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്, അൺവാണ്ടഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻ എന്ത് ചെയ്യുക? റെഫ്യൂസ് ചെയ്യുക, വേണ്ടാന്ന് പറയുക, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുക. സോ അത് വരുന്ന സമയത്ത് എന്താവും? ഓവർലോഡ് കുറയ്ക്കാൻ പറ്റും. ആൾട്ടറിങ്. സോ ചേഞ്ചിങ് ദ പെർസെപ്ഷൻ ഓഫ് എ ടാസ്ക് ബൈ പെർഫോമിങ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. different way or place. Okay, changing the perception of a task by performing it in a different way or place. So alteration, that is a view document on a paper instead of a computer screen. So move to a lounge or a coffee shop. Clear? അപ്പോൾ ഇതിന് നമ്മളൊരു ആൾട്ടറേഷൻ വരുത്തുക. നമുക്കിപ്പോൾ ടെക്സ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ മൊബൈലിലൂടെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ചാൽ PDF മെറ്റീരിയലാണ്, വളരെ കൂടുതൽ വായിക്കണം. കുറേ നേരം സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് എന്താവും? പ്രോബ്ലമാറ്റിക്കായിട്ട് മാറും. ഓവർലോഡറായിട്ട് തോന്നും ബ്രെയിനൊക്കെ. ഓവർലോഡറായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചേഞ്ച് ഓവർ ചെയ്യുക, ആൾട്ടർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് മാറ്റുന്നു. വീട്ടിൽ റൂമിൽ നിന്ന് മാറിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു മാരത്തോണിലോ അല്ലെങ്കിൽ കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഇങ്ങനെ എൻവയോൺമെൻറ്റിൽ വരുത്തുന്ന ചെറിയ ആൾട്ടറേഷൻ ഇതിനെ സഹായിക്കും? ഓവർലോഡ് കുറയ്ക്കാൻ സഹായിക്കും. ദെൻ ഷിഫ്റ്റിംഗ്. So changing perception of a situation by accepting it as just part of the job. So shift ചെയ്യുക. സാധാരണ എന്തൊക്കെയോ നമ്മൾ ചെയ്തെടുക്കാണ്ട് നമ്മളെ കൊണ്ട് ഇത് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ദി ജോബാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക? അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ചെയ്യുക. ചേഞ്ചിങ് ദ പെർസെപ്ഷൻ. നമ്മുടെ പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു സൊല്യൂഷനാണ്. ദെൻ ക്രിയേറ്റ് എ പേഴ്സണൽ സിസ്റ്റം ഓഫ് സ്റ്റോറിങ് and retrieving information such as notebook, planner, system for filing or organizing email. നമ്മൾ കലണ്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഗൂഗിൾ കലണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സോ വി ക്യാൻ ക്രിയേറ്റ് എ പേഴ്സണൽ സിസ്റ്റം ഓഫ് സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പോക്കറ്റ് ഡയറി കൊണ്ടുനടക്കും, ചില ഡിജിറ്റൽ ഡയറി ആയിരിക്കും കൊണ്ടുനടക്കുക, ചില ആൾക്കാർ ഡിജിറ്റൽ പ്ലാനർ ആയിരിക്കും കൊണ്ടുനടക്കുക. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള WPSൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ കലണ്ടറോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആക്ടിവിറ്റി റിമൈൻഡ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യിക്കാം. ദെൻ ഡു നോട്ട് കീപ് അൺവാണ്ടഡ് ഇൻഫർമേഷൻ. സോ എയ്തർ ത്രോ ഇറ്റ് എവേ ഓർ ഡിലീറ്റ് ഇറ്റ്. അൺവാണ്ടഡ് ഇൻഫർമേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് കളയുക, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക. സോ സ്പെൻഡ് മോർ ടൈം ആൻഡ് മണി ഇംപ്രൂവിങ് യൂസർ എബിലിറ്റി to cooperate technology fully and successfully. Clear? ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ തന്നെ നമ്മളെ മോർ ടൈം ആൻഡ് മണി ഫോർ ഇംപ്രൂവിങ് യൂസർ എബിലിറ്റി. നമ്മുടെ കപ്പാസിറ്റി, എബിലിറ്റി, സ്കിൽസ്, നോളേജ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക. ക്ലിയർ? നമുക്ക് തന്നെ അറിയാൻ പറ്റും ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും ടെക്നോളജിയിൽ. ഇപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് നമ്മളിപ്പോൾ എക്സലൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്, ആ ഷോർട്ട് കട്ട്സ് അത് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതല്ലെങ്കിലോ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് കുറയ്ക്കാം, വർക്ക് ഓവർലോഡ് കുറയ്ക്കാം. ദെൻ എംപ്ലോയ് എ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഫോർ കോർഡിനേറ്റിംഗ്, ഓർഗനൈസിങ്, prioritizing and limiting the amount of information or internal communication. Clear? നമ്മുടെ
ഇൻറ്റേർണൽ മാനേജേഴ്സൊക്കെ ആണെങ്കിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സോ എ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ, നമ്മൾ പേഴ്സണൽ അസിസ്റ്റൻ്റ് പി എന്നോ PS എന്നോ പേഴ്സണൽ സെക്രട്ടറി എന്നോ ഒക്കെ പറയുന്ന രീതിയിൽ അല്ലേ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? അവർക്ക് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ദെൻ പ്രിവെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് മെസ്സേജസ് ടു ഓൾ എംപ്ലോയീസ് അല്ലേ. ഒരു കാര്യം, ഒരു മെസ്സേജ് എല്ലാ എംപ്ലോയീസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക? റിലവൻ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രം എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഓവർലോഡ് കുറയ്ക്കാൻ പറ്റും. ദെൻ ഹയർ നോളേജബിൾ ആൻഡ് വെൽ ട്രെയിൻഡ് സെക്രട്ടറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്രട്ടറീസ്, അസിസ്റ്റൻസ് അല്ലേ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ്, ഇവരുടെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, അവരെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരുടെ നോളേജും സ്കിൽസൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഓവർലോഡ് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഡിസ്കണ്ടിന്യൂ സബ്സ്ക്രിപ്ഷൻ ടു പീരിയോഡിക്കൽസ് വിച്ച് നോർമലി ഹാവ് നോ സഫിഷ്യൻറ്റ് ടൈം ടു റീഡ് അല്ലേ. ചിലപ്പോൾ നമ്മൾ പേരിന് വേണ്ടി മാത്രം കുറേ മാഗസിൻ വരുത്തുണ്ടാവും, കുറേ ന്യൂസ് പേപ്പർ വരുത്തുണ്ടാവും, എന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ക്ലിയർ? നമ്മൾ വായിക്കാൻ നമുക്ക് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന പീരിയോഡിക്കൽസ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. ക്ലിയർ? ദെൻ ലിമിറ്റ് ദ ടൈം ഓഫ് TV ആൻഡ് ഇൻ്റർനെറ്റ് അല്ലേ. TV ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലേ, നെറ്റിൽ നമ്മൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക? അത് ലിമിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈമൊക്കെ നിശ്ചയിച്ച് ഇത്ര സമയം നമ്മൾ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നോക്കുള്ളൂ, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുക. അതെ. ലിമിറ്റ് ദ ടൈം ഫോർ വാച്ചിങ് ന്യൂസ് അല്ലേ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ സമയം ന്യൂസ് കേൾക്കാൻ വേണ്ടി മാത്രം ക്ലിയർ സമയം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് ടൈം ലിമിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം അവൈലബിൾ ആവും, അത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ റിക്വസ്റ്റ് റിമൂവൽ ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് ഡെലിവറിങ് അൺഡിസൈഡ് ഇമെയിൽ അല്ലേ. ഇപ്പോൾ മെയിലുകളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അൺഡിസൈഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മെയിലിൻ്റെ താഴെ തന്നെ ചിലപ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ടാകും അല്ലേ, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു അൺസബ്സ്ക്രൈബ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്ന മെയിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്താണ് എന്ത് ചെയ്യുക? അതിനെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് പിന്നീട് അത്തരത്തിലുള്ള അൺവാണ്ടഡ് മെയിൽസ് വരില്ല. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അത്തരം മെയിലുകൾ ഓപ്പൺ ചെയ്ത് നോക്കി വായിച്ച് നോക്കി അല്ലേ സമയം കളന്ന് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? സോ യൂസ് ചാർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് അതർ graphical representation that allow data to be viewed and assessed more quickly. ക്ലിയർ? ഇപ്പോൾ ഒരു പേജിലോ 2 പേജിലോ 3 പേജിലോ അല്ലെങ്കിൽ 4 പേജിലോ ടെക്സ്റ്റായിട്ടുള്ള മെസ്സേജുകൾ വളരെ കൂടുതൽ പാരഗ്രാഫുകളായിട്ട് എഴുതി നടക്കുന്നതിനേക്കാൾ അല്ലേ, ഇത് മുഴുവൻ വായിച്ചെടുക്കുമ്പോൾ ഓവർലോഡഡാണ് അല്ലേ. അതിന് നമുക്ക് മാറ്റിയെടുക്കാൻ എങ്ങനെ പറ്റും? ഈ മെസ്സേജ്, ഈ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അല്ലേ, കുറേ നമ്പേഴ്സ്, കുറേ ടേബിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഗ്രാഫിക്കലി അത് കാണിക്കുക. ക്ലിയർ? സോ യൂസ് ഗ്രാഫ്സ്. ക്ലിയർ? ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ ഡെപ്പിക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതിൽ കണ്ടൻറ്റും ഉണ്ടാവും. ക്ലിയർ? റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജും ഉണ്ടാവും, ഇൻഫർമേഷൻ ഉണ്ടാവും, ഓവർലോഡായിട്ട് മാറുകയും ചെയ്യില്ല. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുക. ദെൻ സെൻഡ് ഓൺലി നെസസറി ഇമെയിൽസ് ആൻഡ് ഓൺലി ടു ദോസ് ഹൂ നീഡ് ഇറ്റ്. ക്ലിയർ? ഇമെയിൽ അയക്കുമ്പോൾ ആർക്കാണോ കൊടുക്കേണ്ടത്, എന്താണോ ആവശ്യം, ക്ലിയർ, ആ രീതിയിൽ മാത്രം, ആവശ്യമുള്ളതിന് മാത്രം മെയിലും മെസ്സേജൊക്കെ കൊടുക്കുക. ക്ലിയർ? സോ റൈറ്റ് ക്ലിയർ, ഷോർട്ട് ആൻഡ് ബ്രീഫ് മെമ്മോസ് ആൻഡ് ഇമെയിൽ, മെമ്മോസ്, റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, നോട്ടീസൊക്കെ കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടും ഷോർട്ടായിട്ടും ബ്രീഫായിട്ടും അത് കൊടുക്കാൻ ശ്രമിക്കുക. ക്ലിയർ? ദെൻ ഇൻട്രൊഡ്യൂസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് ഫസ്റ്റ് അല്ലേ. ഒരു ലെറ്റർ അയക്കാമെന്ന് വിചാരിക്കപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ആദ്യം തന്നെ കാണിക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഒരു നോട്ടീസ് അയക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്, ക്ലിയർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റായിട്ട് തന്നെ കാണിക്കുക. ദെൻ യൂസ് ഫോൺ ഇഫ് സബ്ജക്റ്റ് ഈസ് കോംപ്ലെക്സ് ആൻഡ് വിൽ റിക്വയർ മൾട്ടിപ്പിൾ ഇമെയിൽസ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇമെയിൽ അയക്കുകയാണ്, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഓവർലോഡഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ അത് തെറ്റായിട്ട് ധരിക്കാനോ അല്ലെങ്കിൽ നോക്കാതിരിക്കാനോ ഒക്കെ ഇടയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനെയുള്ള സന്ദർഭത്തിൽ മെയിൽ അയക്കുന്നതോടൊപ്പം ഫോൺ കൂടെ ഉപയോഗിക്കുക. ക്ലിയർ? സോ യൂസ് യുവർ ഫോൺ. ക്ലിയർ? സോ വി ക്യാൻ ടോക്ക് ഡയറക്ട്ലി. ദ ലിമിറ്റ് വെബ് പേജ് കണ്ടൻറ്റ് ടു 1 or 2 സ്ക്രീൻസ് അല്ലേ. വെബ് പേജ് കണ്ടൻറ്റ് നമ്മൾ വെബ് വ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 1 or 2 പേജിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക അറ്റ് എ ടൈം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇൻഫർമേഷൻ ഓവർലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? സോ ദീസ് ആർ സം ഓഫ് ദി സജസ്റ്റഡ് വേ ഓർ സൊല്യൂഷൻ, ക്ലിയർ, by which we can reduce information overload.